അഭിവന്യരായ ഉസ്താദ്മാരെ, മറ്റ് സ്നേഹനിധികളായ രക്ഷിതാക്കളെ, വേദിയിലിരിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാമെല്ലാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന്റെ ഭാഗമായാണല്ലോ. ഈ അവസരത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം എന്ന വിഷയത്തിൽ രണ്ട് വാക്ക് ഞാനും സംസാരിക്കട്ടെ. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന സമുദായത്തെ പ്രഭാപൂരിതമാക്കിയ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ മഹത്വത്തിനുടമയായവരാണ്. ശരിയായ പാതയിലുള്ളവർ, ആദരണീയരായവർ, വലിയ സ്ഥാനമാനങ്ങൾ, ശരിയായ വാക്കുകളും ചിന്തകളും പ്രവർത്തനങ്ങളും ഉള്ളവർ, ന്യായയുക്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നവർ, ഇങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏത് രൂപത്തിൽ വ്യാഖ്യാനിക്കുമ്പോഴും അതെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യോജിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അതാത് വലിയ സ്ഥാനവും മഹിമയുമുള്ള വ്യക്തിത്വമാണെന്നതിൽ ഒരു തർക്കവുമില്ല. 24 മണിക്കൂറിൽ ഒരു നിമിഷം പോലും ലോകത്ത് ഒരു നാമം ഉയരുന്നുണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമമാണ്. ഏത് രൂപത്തിൽ ഏത് നല്ല സ്വഭാവങ്ങൾ നാം പറയുമ്പോഴും അതെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യോജിച്ചതായി. നമ്മൾ ഒരാളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അയാളിൽ ഒരു ഗുണം ഉണ്ടാകുമ്പോൾ മറ്റൊരു ഗുണം ഉണ്ടാവുകയില്ല. അയാളുടെ വിശേഷണങ്ങൾ, ഒരു വിശേഷണം ശരിയായാൽ മറ്റൊരു വിശേഷണം തീരെ കുറവായിരിക്കും. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് നല്ല ഗുണങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോഴും അതെല്ലാം യോജിക്കുന്നു. നമ്മളും അതെല്ലാം ജീവിതത്തിൽ പകർത്താൻ പരിശ്രമിക്കേണ്ടതുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ജീവിതത്തിൽ അവസാന ഘട്ടത്തിൽ അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്കുകളിൽ ഒരു വാക്ക് അല്ലാഹുവേ, എന്റെ ഉമ്മത്ത് നീ സംരക്ഷിക്കണമേ എന്നായിരുന്നു. ആ ഒരു മഹബ്ബത്തിന് മുന്നിൽ നമ്മുടെ ഇഷ്ക് എന്താണെന്ന് വെറും ധൂളികളാണ്. ചെറിയ കുട്ടികളോട് പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ കാരുണ്യമാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് അവിടുത്തെ പുറത്ത് കയറി അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വേദനിപ്പിക്കുകയോ ശകാരിക്കുകയോ ചെയ്യാറില്ല. പകരം കരുണയോടെ കൂടെ പെരുമാറും. ഉമ്മത്തിന്റെ വിജയത്തിന് വേണ്ടിയാണ് എല്ലായ്പ്പോഴും അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവർത്തിച്ചത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ ജീവിക്കുകയും ധാരാളം സ്വലാത്ത് ചൊല്ലുകയും അവിടുത്തെ നമ്മളും ആ തന്ന സ്നേഹം തിരിച്ച് കാണിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് ഏറ്റിത്തരാൻ ആ തിരുനോട്ടം നമുക്ക് കരസ്ഥമാക്കാനും നമുക്ക് തേടാം. ഹബീബിന്റെ മേലില് ധാരാളം സ്വലാത്ത് ചൊല്ലലേ നമുക്ക് ആ ഒരു മഹബ്ബത്ത് കരസ്ഥമാക്കാനുള്ള അവസരമുള്ളൂ. ഹബീബിന്റെ മേലില് ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിക്കുക, ഹബീബിന്റെ മദ്ഹുകൾ ധാരാളം ആലപിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അതിലൂടെ ഹബീബിനോടുള്ള മഹബ്ബത്ത് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഹബീബ് നമ്മെ സ്നേഹിച്ചതിന്റെ ഒരു അല്പമെങ്കിലും നമ്മൾ തിരിച്ച് കൊടുക്കണമെങ്കിൽ ഹബീബിന്റെ മേലിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുക എന്നതേ നമുക്ക് നിർവാഹമുള്ളൂ.
ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് ഹബീബിന്റെ ആ ഒരു മഹബ്ബത്ത് കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഈ ചെറു പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.